നാം മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രയോജനം ചെയ്യുന്ന ചുരുക്കം ചില കാര്യങ്ങളിലൊന്നാണ് അറിവ്. അതോടുകൂടി നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ നോമ്പ് എല്ലാം അവസാനിക്കുന്നു. നമ്മൾ ചെയ്തിരുന്ന ഒരുപാട് നന്മകൾ ഛേദിക്കപ്പെടുകയും എന്നാൽ കുറച്ചു കാര്യങ്ങൾ മാത്രം അവശേഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബിഹി, ഒരാളിൽ നിന്നുമുള്ള ഉപകാരപ്രദമായ അറിവ്. അതായത് ഒരാൾ മറ്റൊരാളെ എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചാൽ അയാൾ നമസ്കരിക്കുന്നിടത്തോളം കാലം പഠിപ്പിച്ച വ്യക്തിക്ക് അനുഗ്രഹങ്ങളിൽ നിന്ന് ചിലത് നേടാനാകും. കാരണം അദ്ദേഹം അയാളെ എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ നമസ്കരിക്കുന്നയാൾക്ക് അനുഗ്രഹം കുറയുകയുമില്ല. അല്ലാഹു അസ്സ വജല്ലക്ക് അത് ആവശ്യമില്ല. അവൻ കർക്കശക്കാരനുമല്ല, അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനാൽ പ്രാർത്ഥിക്കുന്നയാൾക്ക് മുഴുവൻ പ്രതിഫലവും ലഭിക്കും. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചയാൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ഓരോ റക്അത്ത് നമസ്കരിക്കുമ്പോഴും അതിൽ നിന്നും നിങ്ങളുടെ അധ്യാപകനും പ്രതിഫലം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ പങ്കിൽ നിന്ന് കുറയുകയുമില്ല. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ എപ്പോൾ പാരായണം ചെയ്താലും നിങ്ങളെ പഠിപ്പിച്ചയാൾക്ക്, അത് നിങ്ങളുടെ ഉമ്മയായിക്കോട്ടെ, ഉപ്പയായിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെയും അധ്യാപകരുടെയും പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരുടെ അധ്യാപകർക്കും പ്രതിഫലം ലഭിക്കും. അധ്യാപകർ, അവരുടെ അധ്യാപകർ, അവരുടെ അധ്യാപകർ എന്നിങ്ങനെ ഇതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്. നിങ്ങൾ 10 തലമുറകൾ പിന്നിലാണെങ്കിലും നിങ്ങൾ കാരണം വീണുപോയ ഓരോ ഡോമിനോയുടെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളും ഡോമിനോകളുടെ ഭാഗമായി പ്രതിഫലങ്ങൾ കൈമാറുന്നു. അതിനാൽ നിങ്ങൾ മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷവും വീണുകൊണ്ടിരിക്കുന്ന ഡോമിനോകളിൽ നിന്നും ആ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം ആ അറിവ് കൈമാറാനും അത് ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അറിവ് നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആനെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഉത്തമമാകുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഈ അറിവിൽ ചിലത് നേടാൻ ഞാൻ എന്ത് ചെയ്യും? തീർച്ചയായും അത് പറയാതിരിക്കാൻ വയ്യ. നാം പരാമർശിക്കുന്ന അറിവ് പ്രാഥമികമായ ഇസ്ലാമിക അറിവാണ്. അതായത് ഖുർആനിലും സുന്നത്തിലും പ്രശംസിക്കുന്ന അറിവ്. മതേതര വിജ്ഞാനങ്ങൾ അതിൻ്റെതായ പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ ഇവിടെ പരാമർശിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഇസ്ലാമിക വിജ്ഞാന പരിജ്ഞാനമാണ്. അഥവാ ഖുർആൻ, സുന്നത്ത്, ഫിഖ്, ഹദീസ്, ഈ കാര്യങ്ങളെല്ലാം. അല്ലാഹു അസ്സ വജല്ല നമ്മോട് പറയുന്നു, മനുഷ്യരിൽ ഏറ്റവും നീചർ ഇവർ ആകുന്നു. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹം അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവർക്ക് ദുനിയാവിനെക്കുറിച്ച് ഒരുപാട് അറിയാം, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, സയൻസ്, ഫിസിക്സ് എന്നിവയെക്കുറിച്ചെല്ലാം. എന്നാൽ പരലോകത്തെ അറിവിനെക്കുറിച്ച് അവർ പൂർണ്ണമായും അജ്ഞരാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ആളുകൾ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവിൽ തങ്ങളുടെ ജീവിതം ചെലവഴിക്കുന്നവരും എന്നാൽ പരലോകത്തെക്കുറിച്ചുള്ള അറിവ് അവഗണിക്കുന്നവരുമാണ്. അതായത് അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പാഴാക്കുന്നുവെന്നതാണ്. കാരണം അവർ നേടിയ അറിവ് ഉപയോഗപ്രദമാണെങ്കിലും അതിനേക്കാളുണ്ട് അവഗണിക്കപ്പെട്ട പ്രധാനപ്പെട്ട അറിവ്. അതായത് നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ സൃഷ്ടാവിനെയും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെയും കുറിച്ചുള്ള അറിവ്. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 ലക്ഷം വരെ ബീജഗണങ്ങൾ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയബിന്ദുവായി മനുഷ്യനവന്റെ ജീവിതത്തിന്റെ യാത്രാരംഭമാവുകയാണ്. ബദാം പരിപ്പിന്റെ വലിപ്പമുള്ള അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞു വസ്തു പിതാവിന്റെ ബീജവുമായി ചേരുന്നിടത്തു നിന്ന് ഒരു അത്ഭുത സൃഷ്ടിയുടെ ആരംഭമുണ്ടാവുകയാണ്. 96,560 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളും 1 മിനിറ്റിൽ 1 ലക്ഷം തവണ മിടിക്കുന്ന ഹൃദയവുമുള്ള മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് 1 മില്ലിമീറ്ററിന്റെ 1000ൽ 1 മാത്രം വലുപ്പമുള്ള കോശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വസ്തു അത്തരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്നാണ്. 5 ട്രില്യൺ മുതൽ 200 ട്രില്യൺ വരെ കോശങ്ങൾ ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു കോശത്തിൽ 63 ക്രോമസോമുകളുണ്ടെന്ന ശാസ്ത്ര പഠനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കാതും കിഡ്നിയും ഈസോഫാഗസും ഓജി ജംഗ്ഷനും ഹൃദയവും പാങ്ക്രിയാസുമെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒറ്റ ശ്വാസത്തിൽ ഒരുമിച്ചൊരായിരം തവണ ആവർത്തിച്ചു പറയാവുന്ന 1000 അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ നമസ്കാരത്തിന്റെയും ശേഷം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഒരു വിശ്വാസി ഉച്ചരിക്കുന്നത്. അവിടെ
നമ്മുടെ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും പ്രകീർത്തനങ്ങൾക്കുമൊക്കെ അർത്ഥം വരികയാണ്. അവിടെ നമ്മുടെ ഉള്ളിലെ, മനസ്സിന്റെ ഉള്ളിലെ അശ്രദ്ധകൾ മായുകയാണ്. നമ്മളെന്നൊരു പുതിയ മനുഷ്യൻ ജീവിതത്തിന്റെ ആത്മീയ യാത്രയിൽ പുതിയ കരുത്തോടെ പ്രയാണം തുടരുകയാണ്.